ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് ചെയ്യണോ വേണ്ടോ എന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ബർത്ത് സ്റ്റോറി, അതായത് പ്രഗ്നൻസി പിന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എൻ്റെ പ്രായത്തിലുള്ളവരോ ഇപ്പോൾ അമ്മ ആയിക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ അമ്മയായി ഇപ്പം ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവരൊക്കെ ഒരുപാട് മാനസിക വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനും അതിലൂടെ ഒക്കെ പോയ ഒരാളാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ പ്രഗ്നൻ്റ് ആവാണ്, ഒരാൾക്ക് ബേബി ആവുകയാണെന്ന് പറയുമ്പോൾ പറയാനാണെങ്കിൽ നമുക്കപ്പോൾ എല്ലാവരും ഉണ്ടാവുന്നൊരു ടൈമാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ആൾക്കാർ ആരും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഡിപ്രസ് സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ളൊരു മെയിൻ റീസൺ. ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെടുക്കാനൊക്കെ 100 ആൾക്കാർ വരും. പക്ഷേ ആ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മേനെ ഒന്ന് മനസ്സിലാക്കാനോ അമ്മേൻ്റെ അടുത്തൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനോ വരുന്നവർ ആരും വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ ആരും വന്നിട്ടേ ഇല്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു റിലീഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു ടൈമിലെ കുഞ്ഞു എക്സ്പീരിയൻസ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ആ ഒരു ടൈമിൽ വല്ലാത്തൊരു ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ടൈമായിരിക്കും. അപ്പോൾ ഓരോരാളുടെ പ്രശ്നങ്ങൾ ചിലപ്പം വേറെ വേറെ ആയിരിക്കണം. പക്ഷേ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു വിഷമവും സങ്കടമൊക്കെ തന്നെയാണ്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു ഹാപ്പി ആയിട്ടുള്ള പ്രഗ്നൻസി എന്നൊക്കെ നമ്മളോട് എല്ലാവരും പറയില്ലേ, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അത് നമുക്ക് എത്രത്തോളം അങ്ങനെ പറ്റാറുണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ ലാസ്റ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളെല്ലാവരും പോലെ ഞാനും അശ്വിനും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നൊക്കെ. പക്ഷേ നമ്മുടെ കല്യാണം കഴിയുന്നത് 2020 മെയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെപ്റ്റംബറിൽ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ആയിരുന്നു. കോവിഡിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ സമയത്താണ്. പിന്നെ കർണാടകയിലാണെങ്കിൽ ഭയങ്കര വല്ലാണ്ട് കോവിഡ് ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന അവസ്ഥ. ഒരുപാട് കോവിഡ് മരണങ്ങളൊക്കെ സംഭവിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും പേടി. ഈ ഒരു സമയത്താണ് ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാനൊരു രാവിലെ ഒരു 3 മണി സമയത്താണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ, അയ്യോ ഇനി എന്ത് ചെയ്യും, ഏത് ഹോസ്പിറ്റലിൽ പോകും, എന്ത് ചെയ്യും. അപ്പം ഞാനപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുക, നമുക്കൊന്ന് ഫൈനാൻഷ്യലി ഒന്ന് കുറച്ച് സ്റ്റേബിളായിട്ടൊക്കെ മതിയായിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യും ഞാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല ഈ ഒരു സംഭവം. ഇവൻ ഞാൻ അശ്വിൻ്റെ അടുത്ത് പോലും പറയുന്നില്ല. ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ ആക്കിയിട്ടോ. അതിനുശേഷം ഞാനൊരു രാവിലെ അശ്വിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഉണ്ട്, നമുക്കിത് വേണോ, കാരണം നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഹോസ്പിറ്റലിൽ എങ്ങനെ കാണിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനിൽ നിൽക്കുക. അപ്പം അശ്വിൻ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. അശ്വിൻ ഇസ് ലൈക്ക് നിൻ്റെ ഇഷ്ടം പോലെ, നിന്നെ ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല, ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ എന്ന് മാത്രമേ അശ്വിനോട് പറയുന്നുള്ളൂ. അപ്പോഴും എനിക്കൊന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കാം. അമ്മേനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിത് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ്, ഹോസ്പിറ്റലിൽ എങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മേനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനൊന്ന് അച്ഛനോട് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നു കേട്ടോ. അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് അവൾ പോസിറ്റീവാണ്, അവൾക്ക് ഭയങ്കര ടെൻഷൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛൻ എന്നെ വിളിച്ചിട്ട്, പോസിറ്റീവ് ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഇതൊക്കെ എല്ലാവർക്കും വരുന്ന സംഭവമല്ലേ, ഇതൊന്നും അത്ര പ്രശ്നമില്ല, നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇനി വേണമെങ്കിൽ നമ്മൾ മറ്റേ പെർമിഷനൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വരാം, നിന്നെ നോക്കാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ വിചാരിച്ചു എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് പോസിറ്റീവ് അല്ല. അപ്പോൾ അച്ഛനെ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിത് ഒരു ടെൻഷനിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനേ പാടില്ല, കാരണം ഇതൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണണം. നമുക്ക് എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും ദൈവം കൊടുക്കാത്തൊരു ബ്ലെസ്സിങ് ആണ് നിനക്ക് തന്നിരിക്കുന്നത്. അപ്പം നീ ഒരിക്കലും ഇതിനെ വേണ്ടാതെ വെക്കരുത്. പിന്നെ നാളെ ഒരു ദിവസം നിനക്കിത് വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിനക്ക് ദൈവം തരണമെന്നില്ല. ഇതാണ് കേട്ടോ എന്നോട് അച്ഛൻ പറയുന്ന ഫസ്റ്റ് കാര്യം. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അച്ഛാ പിന്നെ നമുക്ക് ഫൈനാൻഷ്യലിയൊക്കെ ഞാൻ കുറച്ച് സ്റ്റേബിൾ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കണം. പക്ഷെ പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം കാലം നീ അങ്ങനെയൊന്നും സംസാരിക്കാനോ ചിന്തിക്കാനോ പാടില്ല, ഇനി അങ്ങോട്ട് നീ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ അച്ഛനാണ് ആദ്യമായിട്ട് എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസും ഒരു ഹാപ്പി റെസ്പോൺസ് തരുന്നത്. കാരണം അമ്മയ്ക്ക് ഞാനൊരു ഹാപ്പി റെസ്പോൺസ് തരാനുള്ള സമയം കൊടുത്തിട്ടില്ല. അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ എനിക്കിത് വേണ്ടാന്ന് അമ്മയുടെ അടുത്ത് പറയണേ. അപ്പോൾ അമ്മ ഫുൾ ടെൻഷനിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതായിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു.
അവിടെ ആണെങ്കിലും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലല്ലോ. നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു കാലുവേദന കൈവേദന വന്നപ്പോൾ നമ്മൾ വല്ല ബാമം ധരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഒരു അസുഖത്തിനും. ആ സമയത്താണ് ഞാൻ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ട്, അതും അത്രയും ഒരു റിസ്ക് ഉള്ള ടൈമല്ലേ. അങ്ങനെ ഞാൻ എല്ലാവരെയും അശ്വിൻ കൺവിൻസ് ചെയ്തു, ഇല്ല നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പോവാം, അതുപോലത്തെ ഹോസ്പിറ്റൽസൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പ്ലാനായി. എല്ലാവരും കുറച്ച് മാനസികമായിട്ട് നമ്മളെല്ലാവർക്കും ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അങ്ങനെ നമ്മൾ ആ ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ എങ്ങനെയും ഒന്ന് വീട്ടിൽ വരണം, പക്ഷേ ആ സമയത്ത് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോവിഡൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ 2 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുള്ളൂ. അത് ഒരുപാട് ദിവസം നിന്നിട്ടില്ല. ഒരാഴ്ചത്തേക്ക് 2 പ്രാവശ്യം ഞാൻ വന്നു പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതൊക്കെ എൻ്റെ അമ്മയുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇനി ഒരു പ്രഗ്നൻസി ടൈം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കും. കാരണം എനിക്കെൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അതുപോലെ തന്നെ ഞാനത് ഒത്തിരി ആഗ്രഹിച്ച് വിഷമിച്ച് ഉറങ്ങിയ കുറേ ദിവസങ്ങളുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ കൂടുതലും ഞാൻ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കുക്കിംഗ്. ഞാൻ തന്നെ നമ്മുടെ നാട്ടിലെ ഇലക്കറികളാട്ടെ, മറ്റേ പാവയ്ക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ നാട്ടിലെ റെസിപ്പീസൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷെ അവരൊക്കെ ഉണ്ടാക്കി തരാൻ റെഡിയാണ്, പക്ഷെ അവർക്ക് നമ്മുടെ റെസിപ്പി അറിയില്ലല്ലോ. പിന്നെ എനിക്ക് അവരുടെ ഫുഡ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ പ്രഗ്നൻസി ആ ഒരു സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6th മന്ത് വരെ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ നോർമൽ വെയിറ്റ് ആയിരുന്നു. ഓരോ മാസം ഞാൻ 1 കിലോ അങ്ങനെയൊക്കെ കൂടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഫസ്റ്റൊക്കെ കാണുമ്പം ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ TV ഒക്കെ കാണുമ്പോൾ ഞാൻ നിലത്തിരിക്കും. അപ്പോൾ എല്ലാവരും പറയും നിലത്തിരിക്കേണ്ട, ബുദ്ധിമുട്ടാകുമെന്ന് പറയുമ്പോഴേ ഞാൻ കേൾക്കില്ല. ഞാൻ പറയും ഇല്ല, എനിക്ക് നോർമൽ ഡെലിവറി വേണം, ഞാൻ താഴെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴെ ഇരിക്കുള്ളൂ. എല്ലാ പണിയെടുക്കുമായിരുന്നു, ഞാൻ നടക്കാൻ പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അങ്ങനെ എൻ്റെ 5th മന്ത് സ്കാനിങ്ങിന് പോയപ്പോഴും അതിന് മുന്നിലെ ഷുഗർ ടെസ്റ്റിലൊക്കെ എൻ്റെ ഷുഗർ ഭയങ്കര നോർമലായിരുന്നു. 5th മന്ത് സ്കാനിങ്ങിന് പോയപ്പം ആ ഒരു സ്കാനിങ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോർമലാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ മംഗലാപുരത്താണ് കാണിച്ചത്. കാരണം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നീ തൽക്കാലം ദാവണഗിരിയിൽ കാണിക്കും, അതിനുശേഷം നമുക്ക് ഡെലിവറി മംഗലാപുരത്ത് വെച്ച് നടത്താം. കാരണം നമ്മളിവിടെ കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും മംഗലാപുരത്തേക്ക് പോവാം, KMCയിലോ അങ്ങനെ എവിടെയും കാണിക്കാം നമ്മൾ. അപ്പം അച്ഛൻ പറഞ്ഞു KMCയിൽ കാണിക്കാൻ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈമിൽ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ തപ്പിയപ്പോൾ KMCയുടെ അപ്പോൾ ആ ഒരു റീസെൻറ്റ് ടൈമിൽ കോവിഡിൻ്റെ ടൈമിൽ മെറ്റേണിറ്റി, പിന്നെ ഒരു പീഡിയാട്രിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു ന്യൂറോ, അങ്ങനെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രാ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ബാക്കിയെല്ലാം അവരുടെ പഴയ ബിൽഡിങ്ങിലായിരുന്നു. നമ്മൾ പോയ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോഴേക്കും ഒരു ബഹളമില്ല, കോലാഹലമൊന്നും ഇല്ലാത്ത നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. അതിൽ കുറച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് മാത്രം അത്ര നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ വേറൊരു ഗേറ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല സമാധാനമുണ്ട്, ഇവിടെ മതി. പിന്നെ ദാവൺഗിരിയിലെ ഹോസ്പിറ്റൽ അങ്ങനെ ആയിരുന്നില്ല, അതൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ആയിരുന്നെങ്കിൽ കൂടി അവിടെ ഭയങ്കര റഷായിരുന്നു. അവിടെ ഒരു ചെറിയ സ്പേസ് ആയിരുന്നു. അവിടെ അടുത്തടുത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എല്ലാം പ്രഗ്നൻ്റ് ഉള്ളവരാണ്, പക്ഷെ എന്നാലും അത്രയും ആൾ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് മംഗലാപുരത്ത് വന്ന് ഹോസ്പിറ്റൽ കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു സമാധാനമായ, ഇത് മതി, ഇത് പെർഫെക്റ്റ് ആണെന്നൊക്കെ. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5th മന്ത് സ്കാനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മംഗലാപുരത്തെ ഡോക്ടറും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഷുഗറൊക്കെ നോർമലാണ്, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് നടക്കാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 5th മന്തിന് ശേഷം എനിക്ക് മംഗലാപുരത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ ദാവൺഗിരി തന്നെ ആയിപ്പോയി. ആ ഒരു ടൈമിൽ ഇത് കോവിഡ് കാരണം തന്നെ, പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നിൽക്കുന്ന അവിടുത്തെ ഡോക്ടറിൻ്റെ ചിലപ്പോൾ ഒരു തെറ്റായിരിക്കാം, അവരെൻ്റെ ഒരു ബ്ലഡ് ഷുഗർ ഒന്നും പിന്നെ അവർ നോക്കിയിട്ടേ ഇല്ല. ഒരു 6 മന്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബേബി ഷവറിൻ്റെ ഫംഗ്ഷനൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ വയറ് വല്ലാണ്ട് വീർക്കാൻ തുടങ്ങി. അതുവരെ എന്നെ കണ്ടവർക്ക് അന്ന് ഇതെന്താ പറ്റി സ്വാധീന വയറ് ഇത്രയും വലുതാവുന്നതെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവുന്ന ഞാൻ. പക്ഷെ ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ നോർമലായിട്ടുള്ള ഫുഡേ കഴിക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് സ്വീറ്റ്സ് ഒന്നും ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് ബ്ലഡ് ടെസ്റ്റിൻ്റെയോ ഷുഗർ ടെസ്റ്റിൻ്റെ ഒന്നും കാര്യം പറയുന്നില്ല. അവരെൻ്റെ അടുത്ത് പറയുന്നത് വെയിറ്റ് കുറച്ച് കൂടുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ഒന്ന് കൺട്രോളിൽ വെക്കണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. നടക്കാൻ പോകുന്നു. പക്ഷേ ഞാനൊരു 7 മന്ത്സിൻ്റെ ലാസ്റ്റ് വരെ ഞാൻ നടക്കാൻ പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. വല്ലാണ്ട് കാലൊക്കെ വേദനിക്കുന്നു, നടക്കാനേ പറ്റാത്തൊരവസ്ഥയായിട്ടോ. അങ്ങനെ പക്ഷേ ഞാൻ എല്ലാം ആക്റ്റീവായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഞാൻ 8 മന്ത്സ് വരെ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും എൻ്റെ വയറിങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് വരെത്തും. അത് കാണുമ്പോൾ വേറെ എല്ലാവർക്കും ടെൻഷനാണ്, പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു.
അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ബേബി ഷവറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം മധുരം എനിക്ക് പൊതുവെ ഒരുപാട് ഇഷ്ടമില്ല. അപ്പോൾ അന്ന് അച്ഛനും അമ്മയുടെ കൂടെ എനിക്ക് നാട്ടിലേക്ക് വരാനും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയോട് അന്ന് എനിക്ക് നാട്ടിലേക്ക് വരാനും പറ്റിയില്ല. അപ്പോഴും ഞാൻ അവിടെ തന്നെ ആയി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അവിടെ വേറെ എന്തോ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഫെബിലായിരുന്നു ഞങ്ങളുടെ ബേബി ഷവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് അവിടെ വേറെ എന്തോ ഒരു റീസൺ കൊണ്ട് എനിക്ക് അച്ഛൻ്റെ അമ്മയോട് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അശ്വിൻ പറഞ്ഞു നമുക്ക് മാർച്ചിൽ അല്ല എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് തന്നെ അശ്വിൻ്റെ വർക്ക് ഒരുപാട് ഡിലേ ആയി. മാർച്ചിലാവേണ്ടത് ഏപ്രിലായി നമുക്ക് പോകാൻ സമയമായി. എനിക്ക് 8th month ആയി ഓൾറെഡി. അപ്പം April 26th എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അതിന് മുന്നേ നാട്ടിൽ പോകണം. ആ ഒരു അപ്പോയിൻമെൻറ്റിന് നാട്ടിൽ നിന്ന് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ഡേറ്റ് വരെ ഞങ്ങൾ ദാവണഗിരി തന്നെ ഉണ്ടായിരുന്നു. April 26th ഒരു തിങ്കളാഴ്ച. അന്ന് തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ അതുവരെ ഒരു ഇമോഷണലൊന്നും ആയിരുന്നില്ല. എനിക്ക് ആകെപ്പാടെ ഒരു വിഷമം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം മാറി. പിന്നെ എനിക്ക് രാത്രി ഉറക്കം ഭയങ്കര കുറവായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. ഉച്ചയ്ക്ക് ഉറങ്ങില്ല, എനിക്ക് രാത്രി ഒന്നും ഉറക്കം ഉണ്ടായിരുന്നില്ല. ഈ അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ വല്ലാത്ത ചവിട്ടും കുത്തൊക്കെ ആയിരുന്നു. കൺമണി എനിക്ക് ഈ നെഞ്ചിൻ്റെ അടുത്ത് ഭയങ്കര ഒരു ചവിട്ട് പോലെ ഫീൽ ചെയ്തിട്ട് താഴെ ഭാഗത്തുള്ള ചവിട്ട് എനിക്ക് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സമയത്ത് എനിക്ക് ഇവിടെ ഒരു ചവിട്ടൊക്കെ എൻ്റെ ടമ്മിയിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരു 7 months ഒക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഭയങ്കര ചവിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. കൂടുതലും രാത്രി സമയത്ത് എനിക്കിവിടെ ചവിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് മെൻ്റലി ഭയങ്കര ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. കാരണം ഉറക്കമില്ലല്ലോ ഒന്നാമത്. പക്ഷെ അവിടെ ആ ഒരു സമയത്ത് പിന്നെ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ മാനേജ് ചെയ്തു. പക്ഷേ ഞാൻ ആ April 26th വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഞാൻ അത്രയും വലിയ വയറൊക്കെ വെച്ച് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ നെഗറ്റീവ്. ഞാനിങ്ങനെ വിചാരിക്കുക, ദൈവമേ എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ ഡെലിവറിയിലോ, ഞാൻ ചത്തുപോയാലോ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ അറിയില്ലല്ലോ നമുക്ക് എന്താ സംഭവം, ഇതൊന്നും എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, ദൈവമേ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ലേ, ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ഒരു ലക്ഷണവും കാണുന്നില്ല ഡെലിവറിയുടെ. പക്ഷേ നമുക്കൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. കാരണം സ്കാനിങ് ഒക്കെ നോർമലായിരുന്നു. പക്ഷേ ഫ്ലൂയിഡ് കുറച്ച് അധികമുണ്ട്, തടിയും കുറച്ച് അധികമുണ്ട്. നമുക്കൊന്ന് ഒരു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് നല്ല ഷുഗർ ഉണ്ട്. അതിന് ശേഷം എൻ്റെ ഷുഗർ എത്രയായിരുന്നു, ഫാസ്റ്റിങ്ങിന് ഒരു 170 മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അവരെനിക്ക് ഫോണിൽ ഞാൻ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടു അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നീ നടക്കണം, നീ ചോറൊന്നും കഴിക്കാൻ പാടില്ല, കൺട്രോളിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെപ്പാടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത്. എൻ്റെ ഡ്യൂ പറഞ്ഞിരുന്നത് മെയ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഞാനൊരു ഏപ്രിൽ ലാസ്റ്റ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഒരു മാസം ഉണ്ടല്ലോ, ഒരു മാസം നന്നായിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സമാധാനിച്ചത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അരിയാഹാരം ഒന്നും കഴിക്കണ്ട, നീ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതും പോയി. എൻ്റെ ആകെപ്പാടുള്ളൊരു ആഗ്രഹമായിരുന്നു ആ ഫുഡിൻ്റെ, അതും പോയി അവിടെ തന്നെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി നടക്കും. എന്നാലും ഒരുപാട് നടക്കാൻ പറ്റില്ല, ഈ വയറും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡി ആക്കണമല്ലോ, ഇനി അത്രയല്ലേ സമയമുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒത്തിരി ലേറ്റ് ആവണ്ട, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് അതിന് തൊട്ട് മുന്നേ അവളുടെ ഡെലിവറി ഉണ്ടായിരുന്നു, ഒരു ജനുവരിയിൽ. അപ്പോൾ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സിവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാം റെഡിമെയ്ഡ് സംഭവമാണ്, അത് വാങ്ങിക്കാം. അത് എത്രയാണ് 16,000 എന്തോ ആണ് ആ ഒരു ഫുൾ ബാഗ് കിട്ടുന്നത്. അങ്ങനെ കണ്ണൂർ അവരുടെ സിവയുടെ ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കണ്ണൂർ പോയി. അവരുടെ മെറ്റേണിറ്റി വൈസൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഈ ഒരു ബാസ്ക്കറ്റ് അത് ഫുൾ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ആ ബാസ്ക്കറ്റിൽ ഒരുപാട് സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നു യൂസ് ആയിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്നവർ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ വന്ന പില്ലോസും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിൽ വരുന്ന ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മതിയാവില്ല, നമുക്ക് വേറെ എക്സ്ട്രാ എന്തായാലും വേണ്ടി വരും. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർ എനിക്ക് തോന്നുന്നു ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കരുത്. ഞാനൊരു ബ്രാൻഡിനൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മളത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ആവും. നമ്മൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് അതൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവർക്കും സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാതി ഇൻ കേസ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ വാട്ടർ ബ്രേക്ക് ആവുകയാണെങ്കിലോ നീ അമ്മയുടെ ഒരു കോട്ടൺ സാരി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇതെൻ്റെ മനസ്സിലില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അവൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് റെഡിയാക്കി വെച്ചു. എൻ്റെ ഫ്രണ്ട് അലീനയാണ് കേട്ടോ. അവളെ ഞാൻ ഇന്നും ഈ ഒരു കാര്യത്തിൽ ഞാൻ അവളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അടുത്ത ചെക്കപ്പിന് മെയ് 3-ാം തീയതി പോകണം. അങ്ങനെ ഞങ്ങൾ മെയ് 3-ന് പോയി. മെയ് 3-ന് പോയപ്പോഴും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നോളൂ, എല്ലാ സാധനവും പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല സ്വാതി, ഒരു കുഴപ്പമില്ല, കാരണം കുട്ടി വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നമുക്ക് ആഫ്റ്റർ 14th നമുക്ക് വന്നിട്ട് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛൻ പറഞ്ഞു ഇനി ട്രാവൽ ചെയ്യണോ? അച്ഛന് ഒട്ടും താല്പര്യമില്ല ഞാൻ വീട്ടിൽ വരുന്നത്. പക്ഷെ എന്നാലും ഇവരിവിടെ നമ്മൾ നിർത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല നമ്മൾ വരിക എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ആ ഒരു സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ആഫ്റ്റർ 14th അല്ലേ, അപ്പോൾ 14th എനിക്ക് സമയമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് നഖമൊക്കെ വളർത്തി നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ടൈം പാസിന് അതൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ മെയ് 3-ന് തിരിച്ചെത്തി. 4th, 5th, 6th ഞാൻ 6th എന്താ പറ്റുന്നത് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും രാത്രി ഉറക്കമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഈവനിങ് ഒക്കെ വീട്ടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൻ്റെ മുന്നിലൂടെ കുറേ സമയം നടന്നു. കുറച്ച് നടക്കുമ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു അയ്യോ എൻ്റെ വയറ് വല്ലാണ്ട് താണതുപോലെ നിൽക്കുന്നു, ഇനി നടക്കാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് നടക്കും, ഞാൻ വന്നിരിക്കും, പിന്നെയും ഇവരെന്നോട് നടക്കാൻ പറയും, ഞാൻ വീണ്ടും നടക്കും. ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ ലാസ്റ്റ് കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. 12 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്കെന്തോ മൂത്രമൊഴിക്കാൻ മുട്ടുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഇങ്ങനെ അവിടെ വെള്ളം ഇങ്ങനെ പോവുക. വെള്ളം പോവാന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ അകത്ത് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മഗ്ഗിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കില്ലേ, അതുപോലെ ആരോ ഇങ്ങനെ എടുത്തൊഴിക്കുന്ന പോലെ എനിക്കൊന്ന് ഫീലായി. നോക്കുമ്പോഴേക്കും താഴെ മൊത്തം വെള്ളം. അപ്പം ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ മൂത്രം ഒഴിച്ചു, ഇതെന്താ? അപ്പോൾ കുഴപ്പമില്ല, നീ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്കത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴേക്കും അതിനകത്ത് എന്തൊരു വൈറ്റ് കളർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മൂത്രമല്ല, ഇത് എൻ്റെ വാട്ടർ ആയിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും ടെൻഷനായി. അമ്മേനെ വിളിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത് ആർക്കും ഒന്നും ഐഡിയ ഇല്ല. കാരണം ഈ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ആംബുലൻസ് വേണോ, എന്തൊക്കെയോ ചിന്തയാണ് നമുക്കപ്പോൾ. അങ്ങനെ എൻ്റെ ഡോക്ടറിനെ വിളിക്കുന്ന അവർ ഫോൺ എടുക്കുന്നില്ല. നമ്മൾ എത്ര വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ വേറൊരു എന്നെ ദാവൺഗിരിയെ കാണിച്ച ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ വാട്ടർ ബ്രേക്കായി, ഇപ്പോൾ ബ്രേക്കായി, എന്താ ചെയ്യുക, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അതോ ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 24 hours ബേബി ഉള്ളിൽ സേഫ് ആയിരിക്കും, മെല്ലെ വിട്ടോളൂ, ഇറങ്ങിക്കോളൂ, ഇനി വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ പിന്നെ സാധനമൊന്നും നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒരു ബാഗും കൂടെ മാത്രം ഞങ്ങൾ അതിനകത്ത് വെച്ചിട്ട് നമ്മളന്ന് ഇറങ്ങാം. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലല്ലോ. സമയം 12-12:30 നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ടില്ല, ഒന്നുമില്ല, വണ്ടി ഫുൾ ഓൾമോസ്റ്റ് നില്ലിൽ കിടക്കാം. നമ്മൾ ഭാഗ്യം കൊണ്ട് നമ്മൾ പമ്പിലെത്തി, ഡീസൽ അടിച്ചു. പക്ഷെ 8-ാം തീയതി കേരള ഫുൾ ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ വണ്ടികളും കാര്യങ്ങളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ലൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് മംഗലാപുരം എത്താൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ സാരി അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായി. ഞാൻ ആ സാരി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലൂയിഡ് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പം അത് ആ സാരിയോടെ വെച്ചതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സമയത്തല്ല, നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് ആ ഒരു ഫ്ലോ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, കൂടുതൽ നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും നമുക്ക് ആ ഫ്ലോ വല്ലാണ്ട് മനസ്സിലാവുമല്ലോ. എനിക്ക് അതുപോലെയായിരുന്നു കേട്ടോ. ഇരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തി. അപ്പം എൻ്റെ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം ഇവിടെ അഡ്മിറ്റ് ആവാൻ. അപ്പം നമുക്കിത് എമർജൻസി അല്ലേ, നമ്മൾ നേരെ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നു 2 മണിക്ക്. അപ്പോഴാണ് അറിയുന്നത് എന്നെ നോക്കി ഡോക്ടർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവർ എമർജൻസിയിൽ അവരെവിടെയോ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഫോൺ റിസീവ് ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ അവിടെ എത്തി. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നമ്മളെ നോക്കാൻ ഡോക്ടേഴ്സൊന്നും വരുന്നില്ല. കാരണം ആദ്യം എൻ്റെ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് വേണം. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്തു. നേരെ ലേബർ റൂമിലേക്ക് കിടത്തി. കോവിഡ് ടെസ്റ്റ് വേണം, എനീമ തന്നു, വയറൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ എൻ്റെ ടെസ്റ്റൊക്കെ നെഗറ്റീവ് ആയിരുന്നു. ഒരു 3 മണിക്ക് ഡോക്ടറിനെ തിരിച്ചു വിളിച്ചു. എൻ്റെ ഡോക്ടറെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സ്വാതി എനിക്കിങ്ങനെ പറ്റി, കാലിന് ഫ്രാക്ചറാണ്, അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അവിടെ ഒരു ഡോക്ടർ അവൈലബിൾ ഉണ്ട്, അവർ പക്ഷേ ഒരു മെയിൽ ഡോക്ടറാണ്. ഞാൻ കാണിച്ചതൊരു ലേഡി ഡോക്ടറിനായിരുന്നു.
അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മെയിൽ ഡോക്ടർ അവൈലബിൾ ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ അതോ ഞാൻ വേറെ ഏതെങ്കിലും ലേഡി ഡോക്ടറിനെ തന്നെ റെഡിയാക്കി തരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലില്ല, എനിക്ക് ആരെങ്കിലും മതി ഡോക്ടർ, എനിക്ക് ഒരു പ്രശ്നമില്ല, ആരെങ്കിലും മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ വിദ്യാശ്രീ കാമത്ത് എന്ന് പറഞ്ഞൊരു മാമിനെയാണ്. അവർ നല്ലൊരു മാം ആയിരുന്നു, കാരണം അവർ നമുക്കെല്ലാം സമാധാനത്തിലൊക്കെ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇവരിങ്ങനെയൊക്കെ ആണല്ലോ നമ്മളടുത്ത് സംസാരിക്കുന്നത്, അപ്പോൾ ലേബർ റൂമിൽ എനിക്ക് ഭയങ്കര ഇവരാണെങ്കിൽ ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഡെലിവറിക്ക് പോകുന്നത്. പക്ഷെ അന്ന് അറിയുന്ന അവരെല്ലാവരും അവിടെ ഇല്ല. ഇനിയിപ്പം പുതിയൊരു ഡോക്ടർ വരും, ആ ഡോക്ടറിനെ എനിക്ക് അറിയില്ല, എനിക്ക് പരിചയമില്ല, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അതൊരു മെയിൽ ഡോക്ടർ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് എന്ന്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ വേറെയും ഡെലിവറീസ് അപ്പം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഡോക്ടർ അപ്പം ബിസി ആയിരുന്നു. പിന്നെ എനിക്ക് വലിയ എമർജൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ വന്നു, ഡോക്ടർ ദീപക് ഷെഡ്ഡെ. അവർ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഭയങ്കര എന്താ വെച്ചാൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക നമുക്കിത് എന്തായാലും നോർമൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു, നീ എന്താ ശ്രദ്ധിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് നേഴ്സൊക്കെ പറഞ്ഞു ഈ നെയിൽസൊക്കെ കട്ട് ചെയ്യണം, പിന്നെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നെയിൽ കട്ടർ കൊണ്ടുപോയിട്ടില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവരെനിക്ക് എന്തൊരു സ്പിരിറ്റ് തന്നിട്ട് എനിക്ക് നെയിൽ പോളിഷ് എങ്ങനെയോ റിമൂവ് ചെയ്തു. പക്ഷെ അതൊന്നും നീറ്റായിട്ട് റിമൂവ് ആയിട്ടില്ല, ഒരു രീതിയിൽ ഞാനത് റിമൂവ് ചെയ്തു. അപ്പം നെയിൽ കട്ടിന് ഒരു വഴിയില്ല. ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് കടിച്ച് ആദ്യം നമുക്ക് അത്ര പെയിൻ വന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കടിച്ചിട്ടൊക്കെ ഇതൊക്കെ നഖമൊക്കെ എങ്ങനെയൊക്കെ കടിച്ച് കളഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം എനിക്കൊരു നേഴ്സ് ഉണ്ടായിരുന്നു, മേരി ചേച്ചിയാണ് ഫസ്റ്റ് എൻ്റെ കൂടെ അവിടെ ഞാൻ ലേബർ റൂമിൽ ഫസ്റ്റ് കാണുന്ന ഒരു നേഴ്സ് മേരി ചേച്ചിയാണ്. അപ്പം മേരി ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. മേരി ചേച്ചിൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നുണ്ട്, മോളെ നീ ഡോക്ടറെ അടുത്ത് പറയൂ, ഫ്ലൂയിഡൊക്കെ ലീക്ക് ആയതല്ലേ, ഇനി നിനക്കത് നോർമൽ ആവില്ല, ചിലപ്പം സിസേറിയൻ തന്നെ വേണ്ടി വരും, നീ അതുകൊണ്ട് എന്തിനാ വേദന സഹിക്കുന്നേ, നീ പറയൂ ഡോക്ടറെ അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ച ചേച്ചി എങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ അങ്ങോട്ട് പറയുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കിടക്കുക, ആദ്യമൊക്കെ ചെറിയ വേദന വരുന്നു, അടിവയറ്റിലോ എവിടെ ഒരു വേദന വരുന്നു, പിന്നെ തൈസൊക്കെ വേദനിക്കാൻ തുടങ്ങുന്നു, കാലൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ടിങ്ങനെ ഒരു പീരിയഡ്സിൻ്റെ ഒരു എക്സ്ട്രീം പെയിൻ എന്നൊക്കെ പറയും. ഇങ്ങനെ എനിക്ക് കാലുവേദന സാധാരണ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം പെയിൻ എനിക്കിങ്ങനെ വേദനിച്ചിങ്ങനെ വീഴുക. അപ്പം ഞാൻ അശ്വിനെ അവിടെ തന്നെ ഇരുന്നു, കാല് തടവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനോടൊന്ന് പറയുമ്പോഴും എനിക്ക് അവൻ പറയുന്നതൊക്കെ എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ആരും എന്നോട് സംസാരിക്കാൻ പാടില്ല, എന്നോട് സംസാരിക്കാൻ നഴ്സിനും ഡോക്ടറിനും മാത്രമേ ഞാൻ സമയം കൊടുത്തിട്ടുള്ളൂ. അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നു, അമ്മ വരുമ്പോഴേക്കൊക്കെ ഞാൻ നല്ല കരച്ചില്ല. അപ്പോൾ അമ്മ എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അമ്മ അതിനേക്കാളും സൗണ്ടിൽ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മേനെ അവൻ പോയി റൂമിലിരിക്കുക പറഞ്ഞു. അങ്ങനെ അമ്മ റൂമിൽ പോയി സെറ്റിലായി. നമ്മളിങ്ങനെ അമ്മ അവിടെ പോയിന്നേ ഉള്ളൂ, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വേദന. അപ്പോൾ ഈ ആരും അശ്വിൻ്റെ ഫാമിലിയിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ അഡ്മിറ്റ് ആയെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു സെൽഫി എടുത്തു, ഇങ്ങനെ ഹോസ്പിറ്റൽ ഡ്രസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വയറിനൊക്കെ അതൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അത് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടു. അപ്പോൾ അവരൊക്കെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഇതെന്താ കുട്ടിയായോ, അങ്ങനെയൊക്കെയാണ് അവർ ഫസ്റ്റ് ചോദിക്കുന്ന റെസ്പോൺസ്. അപ്പോഴും ഞാനിവിടെ വേദനിച്ച് കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 4 മണി മുതൽ നല്ല വേദന തുടങ്ങി, വേദന ഇങ്ങനെ വരാൻ തുടങ്ങി, വരുന്നു പോകുന്നു ഇങ്ങനെ. കുഴപ്പമില്ല, ഗ്ലൂക്കോസൊക്കെ കയറ്റി. അപ്പോൾ എനിക്ക് ഒട്ടും ഉറക്കമില്ല, കാരണം ഞാൻ തലേദിവസം ഉറങ്ങിയിട്ടില്ല രാത്രി. അങ്ങനെ ഞാനവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു റൂമായിരുന്നു, അതിൻ്റെ അടുത്ത റൂമിൽ വേറൊരു പെൺകുട്ടി വരുന്നുണ്ട്. അവൾ നല്ല വയറൊക്കെ ഉണ്ട്, വരുന്നു, ഡെലിവറി കഴിഞ്ഞു, ആ പെണ്ണിറങ്ങി പോകുന്നു, അതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഡ്യൂ ഡേറ്റ് ആയിട്ടില്ലല്ലോ, അപ്പോൾ 7th ആയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഡൈലേറ്റ് ആവുന്നില്ല. പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് നല്ല പെയിൻ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഒന്നും എന്താ പറയുക, ഡെലിവറിൻ്റെതായിട്ടുള്ള സംഭവം അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ഇല്ല, 2 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വീണ്ടും ഡോക്ടറെ നമ്മൾ 24 hours നമ്മൾ വെയിറ്റ് ചെയ്യും, കാരണം ഫോറിനിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ അവർ വെയിറ്റ് ചെയ്യും, മാക്സിമം നമ്മളിത് നോർമൽ ആക്കണം. അപ്പോഴും അവരങ്ങനെ പറയണം. അങ്ങനെ ഞാൻ എന്നെ അശ്വിൻ്റെ വീട്ടിൽ നിന്നൊക്കെ അവർ വീഡിയോ കോൾ വിളിക്കുന്നു. അപ്പോൾ അവരെന്നോട് എന്തൊക്കെയോ പറയുന്നു, പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും. ഞാൻ പറയും എന്നെ നീ ആരും വിളിക്കാൻ പാടില്ല, എനിക്ക് ആരോട് സംസാരിക്കേണ്ടതൊക്കെ പറ്റി ഞാനിങ്ങനെ ഫുൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിരുന്നു ഫുൾ. അങ്ങനെ ഞാൻ ആരോടും സംസാരിക്കാൻ റെഡിയില്ല. അമ്മ അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയിട്ട് പോകും, അപ്പോഴും ഞാൻ നല്ല കരച്ചിലാണ്.
അപ്പം പക്ഷേ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സ്വാതി യു നീഡ് സം സ്ലീപ്പ്, അല്ലെങ്കിൽ നിനക്ക് പുഷ് ചെയ്യാനുള്ളൊരു എനർജി വേണ്ടേ, അപ്പോൾ അതില്ല. അപ്പം കാരണം ഞാൻ പ്രീവിയസ് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ പിന്നെയും ഞാൻ ഉറങ്ങുന്നില്ല, ഫുഡില്ല, വയറ് മൊത്തം എംറ്റിയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഉറങ്ങണം, നീ ഒന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങാൻ ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വേദന ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കാം. ഈ ഞാൻ പറഞ്ഞ മേരി ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ടില്ല, എൻ്റെ കൂടെ നിൽക്കുക ചേച്ചി, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക, നിന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എൻ്റെ കൂടെ തന്നെ നിൽക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പറയുമ്പം ഞാൻ അവരെയൊക്കെ എടുത്ത് പറയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഡോക്ടർ പറയുന്നുണ്ട് അശ്വിനും ഫുൾ ടയേർഡാണ്, കാരണം അശ്വിനും തലേദിവസം എന്നെ പോലെ ഉറങ്ങിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്, തടവി തന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തടവുന്നുണ്ട്, പക്ഷെ എന്നാലും അതൊന്നും എനിക്ക് ഫീൽ ആവുന്നില്ല, അത്രയും എക്സ്ട്രീം പെയിൻ അല്ലേ. അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സ്വാതിക്ക് ഉറങ്ങണം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ തരാണ്. അപ്പം ഞാൻ വിചാരിച്ചു സർ എനിക്ക് എപ്പിഡ്യൂറൽ തരുമെന്നാണ് ഞാൻ ചോദിക്കണേ. ഒരു എപ്പിഡ്യൂറൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് എന്ത് സിറ്റുവേഷനിൽ നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പിഡ്യൂറൽ നിൻ്റെ കാര്യത്തിൽ ഡൗട്ടാണ്, കാരണം ഞാൻ ഇപ്പോഴും എനിക്കൊരു ഷുവറിറ്റി ഇല്ല, ഞാനൊരു നോർമൽ ഡെലിവറി ആയിരിക്കുമോ അല്ല സിസേറിയൻ ആയിരിക്കുമോ എന്ന് എൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ എപ്പിഡ്യൂറൽ തരാനൊന്നും റെഡി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പിഡ്യൂറൽ തരാൻ പറ്റില്ല, പക്ഷേ നീ ഉറങ്ങാൻ വേണ്ടി ഞാനൊരു ഡ്രഗിൻ്റെ ഒരു മെഡിസിൻ തരാം, നീ കുറച്ചൊന്ന് ഉറങ്ങുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻ കുറയുമെന്ന് ചോദിച്ചു. ചെറിയ റിലീഫ് ഉണ്ടാവും, ഒരു 3% വരെ നിനക്ക് റിലീഫ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 3% ഒന്ന് താ, എന്തെങ്കിലും ഒന്ന് താന്ന് കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ ആ ഒരു പെത്തിഡി എന്ന് പറഞ്ഞൊരു ഡ്രഗ് എനിക്കൊരു ഇഞ്ചക്ഷനിൽ തരാം. ആ ഒരു ഡ്രഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങും, അതൊരു ഉറക്കമരുന്ന് പോലത്തെ എന്തൊരു സംഭവമാണ്. കുറച്ച് സമയം ഉറങ്ങും, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഞെട്ടി എഴുന്നേക്കും, അപ്പോഴേക്കും വീണ്ടും വേദന, നമ്മൾ കൂക്കി വിളിക്കും. ഞാനപ്പോഴൊക്കെ ഈ ഒരു കൂക്കി വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പുറത്തേക്ക് എടുക്കുക, ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്കുന്ന കേട്ടോ ഞാൻ പറയണേ. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഈ വയറിലൊക്കെ ഇങ്ങനെ കെട്ടുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ ആ വേദനയിൽ എനിക്ക് ആ സന്തോഷം ഒന്ന് ഫീൽ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു 170 ഒക്കെ കാണിക്കുന്നു ആദ്യം. പിന്നെ എനിക്ക് അതൊന്നും നോക്കാനുള്ളൊരില്ല. പിന്നെ ഈ മരുന്നും കൂടെ കഴിച്ചപ്പോഴേക്കും ഞാനൊരുമാതിരി ഇങ്ങനെ കിറങ്ങിയ അവസ്ഥയായി. അപ്പോൾ എനിക്കിതൊന്നും കാണുന്നേയില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു 3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഞാൻ ഉറങ്ങുന്ന സമയം ആയതുകൊണ്ട് അശ്വിൻ്റെ അടുത്ത് അവർ പറഞ്ഞു പോയി റെസ്റ്റ് എടുത്തോളൂ, നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോയി. അപ്പം ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ നമ്മൾ വേദനയിൽ കരയുമ്പോഴും എനിക്ക് ഫുൾ ഒരു ബ്ലറാണ്, എനിക്കൊന്നും ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല, അന്ന് അവിടെ ആരുണ്ടോന്നും എനിക്ക് അത്രയൊന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷെ എന്നാലും നല്ല വേദനയിൽ ഞാൻ പോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു നേഴ്സും സാധാരണ എല്ലാവരും പറയില്ലേ നേഴ്സ് അങ്ങനെയാണ്, റൂഡായിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ പറയില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായ എല്ലാ നഴ്സുമാരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. മോളേന്നല്ലാതെ എന്നെ ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചതും സംസാരിച്ചതൊക്കെ അതൊക്കെ ആ ഒരു സമയത്ത് എനിക്ക് വല്ലാത്തൊരു അഫെക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു മൊമെൻ്റാണ്. കാരണം സാധാരണ നമ്മൾ വളരെ നെഗറ്റീവ് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ പോകുന്നത്. നഴ്സുമാരൊക്കെ അങ്ങനെ ആയിരിക്കും, നമ്മൾ സാധാരണ അങ്ങനെയല്ലേ പറയാം, അങ്ങനെ ആയിരിക്കും, അവർ പറയുമ്പോൾ ഇതെന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ അവിടെ ഉണ്ടായ എല്ലാ നഴ്സുമാരും ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര സ്വീറ്റായിരുന്നു. അങ്ങനെ ഞാനിതിങ്ങനെ കരഞ്ഞു വിളിച്ചു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എനിക്ക് ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, കാരണം ആ ഒരു മെഡിസിൻ്റെ ഒരു ഹാങ് ഓവറും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അകത്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നുണ്ട് നിൻ്റെ അകത്ത് അധികം ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഫ്ലൂയിഡൊക്കെ പോയതുകൊണ്ട് അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും അകത്ത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അകത്തൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഇല്ല. 1 പ്രാവശ്യം 1-2 പ്രാവശ്യം മാത്രം. അപ്പോഴൊന്നും കുഞ്ഞിൻ്റെ തല താഴെ വന്നിട്ടുമില്ല. പിന്നെ എനിക്കൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർ ഇട്ടിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആവും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഒരു ചെയർ ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് 70 കുറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരൊരു അശ്വിനോട് ഇൻഫോം ചെയ്യുന്നുണ്ട്, ഇനി നമുക്കിത് നോർമൽ ആവില്ല, നമുക്ക് സി സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അശ്വിനോട് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ആ ഒരു ചെറിയൊരു ബോധത്തിൽ എന്നെ അവർ ഒരു ബെഡിൽ നിന്ന് വേറൊരു ബെഡിലേക്ക് മാറ്റി ആ ബെഡിൽ ഇങ്ങനെ കൊണ്ടുപോകാം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക്. അപ്പം 2nd ഫ്ലോറിൽ ഓപ്പറേഷൻ തിയേറ്റർ. ആ കൊണ്ടുപോകുന്നത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആരോ പറയുന്നത് നമ്മൾ ഓപ്പറേഷന് പോവാണ്. അപ്പോഴും ഞാൻ വിചാരിക്കാം ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കുഞ്ഞ് പുറത്തേക്ക് വരട്ടെ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ, പക്ഷെ ആ തണുപ്പൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു മെഡിസിൻ്റെ ഒരു എഫക്റ്റിൽ. പക്ഷേ ആ ഒരു ബ്ലറായിട്ടുള്ളൊരിതിൽ കുറേ ഒരു നീല ഡ്രസ്സിട്ട കുറേ പേര് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അത് നീല ഡ്രസ്സായിരുന്നു അവരുടെ ഒരു സ്ക്രബൊക്കെ.
അങ്ങനെ കുറേ പേര് എനിക്ക് കാണുന്നുണ്ട്. എനിക്ക് ഈ ഒരു സ്പൈനൽ അനസ്തേഷ്യയുടെ ഒരു വേദന അറിയുന്നില്ല, കാരണം ജസ്റ്റ് എന്തോ ഒന്ന് കുത്തുന്നത് പോലെ മാത്രമേ അറിയുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു മറ്റേ ഡ്രഗിൻ്റെ ഒരു എഫക്റ്റ് കാരണം നമുക്കൊരു പെയിൻ നമുക്ക് അറിയുന്നില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതും നല്ല വേദന എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. ചെറുതായിട്ടൊന്നും ഒരു സൂചി ഇങ്ങനെ ചെറുത് കുത്തുന്നത് പോലെ തോന്നി. അത് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു പറഞ്ഞ് 3 പേര് ഇങ്ങനെ തള്ളി പിടിച്ചിട്ടൊക്കെ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ എനിക്കൊരു ചെറിയൊരു ഓർമ്മ. അതൊക്കെ കഴിഞ്ഞു. പിന്നെയും എനിക്ക് തോന്നുന്നു എൻ്റെ ബോധം പോയോ എന്താ അറിയില്ല. പിന്നെ നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. താഴെ എന്തോ എനിക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും, ഒരു മെഷീൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താ അവർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ സംഭവിക്കുന്നത്, പക്ഷെ വേദന ഒന്നും അറിയുന്നില്ല, ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ആരോ പറഞ്ഞു ബേബി ഗേളാണ്, സ്വാതിക്ക് ബേബി ഗേളാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉമ്മ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയോ ഉമ്മയൊക്കെ കൊടുത്തു, എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കുഞ്ഞിൻ്റെ കൈയും കാലൊക്കെയാണ് നോക്കുന്നത്, ഫിംഗേഴ്സൊക്കെയാണ് നോക്കിയത്. അതാണ് എനിക്കൊരു ഓർമ്മ. ഫിംഗേഴ്സാണ് ഫസ്റ്റ് നോക്കിയത്. ഫിംഗേഴ്സ് ഉണ്ടോ, 5 10 ഫിംഗേഴ്സ് ഉണ്ടോ എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ നോക്കിയത് ഫസ്റ്റ്. അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് ആ ഒരു അമ്മയായതിൻ്റെ ഫീലൊന്നും എനിക്ക് കിട്ടുന്നില്ല, കാരണം ഞാൻ ഒന്നാമത് ഈ ഒരു കിറങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ വളരെ സ്ട്രോങ് ആണ്, നീ ഇതിനെ പിന്നെ നീ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നീ നിന്നു, നീ വളരെ കോപ്പറേറ്റ് ചെയ്യൂ ഞങ്ങളുടെ അടുത്ത് എന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ സാറിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ആ ഒരു ദിവസത്തെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ നമ്മൾ പുറത്ത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തുള്ള വാർഡിലേക്ക്. ആദ്യം ഷിഫ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഞാനിങ്ങനെ ക്ഷീണിച്ചിലിങ്ങനെ കിടക്കുമായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു മെഡിസിൻ്റെ ഒക്കെ എഫക്റ്റ് പോകാൻ തുടങ്ങി. അപ്പോഴേക്ക് എനിക്ക് ചെറുതായിട്ട് തണുപ്പ്, എനിക്ക് ഭയങ്കരമായിട്ട് കിടുങ്ങി ഇങ്ങനെ വല്ലാത്തൊരു ഷിവറിങ് ആയിരുന്നു, വല്ലാത്ത തണുപ്പ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും കുഞ്ഞ് സൈഡിൽ ബാസ്ക്കറ്റിലുണ്ട്, അവൾക്കൊരു ചെറിയൊരു ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡാണ്. ആ തണുപ്പിലും അവളിങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇങ്ങനെ കിടക്കുക, ഞാനിങ്ങനെ തണുത്ത് വിറക്കുക എനിക്ക്. അപ്പോൾ ഒരു വാമറൊക്കെ കൊണ്ട് കാലിൻ്റെ അടുത്ത് വെച്ചു, ബ്ലാങ്കറ്റിനകത്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുത്തൊരു മരവിച്ചൊരവസ്ഥ. കൺമണി ജനിക്കുന്നത് ഒരു 4-5-നാണ്. അപ്പോൾ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാനും അമ്മയുടെ അമ്മയും ഒരേ നക്ഷത്രമാണ്, ഉത്രട്ടാതി. അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ നോക്കുമല്ലോ, മെയ് ലാസ്റ്റാണ് ഡ്യൂ, ആ സമയത്ത് ഏതായിരിക്കും നക്ഷത്രം വരിക. അപ്പോൾ നോക്കുമ്പോൾ ഉത്രട്ടാതിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാഗ്യം ഉത്രട്ടാതിയല്ല, വേറെ നക്ഷത്രം എന്നൊക്കെ ഞാനിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഫ്ലൂയിഡ് ബ്രേക്കായി ഞാൻ പോവുകയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് 6-ാം തീയതി രാത്രി. ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കാം, ഇന്നെന്താ നക്ഷത്രം. അപ്പം ഞാൻ നോക്കുന്ന ദിവസം പൂരുരുട്ടാതിയായിരുന്നു. അപ്പോൾ നമ്മൾ അയ്യോ പൂരുരുട്ടാതിയാ, അപ്പോൾ ഈശ്വര ഇന്ന് തന്നെ ആവണേ. അപ്പം നെക്സ്റ്റ് ഡേ പൂരുരുട്ടാതിയാണ് കാണിക്കുന്നത്, 7th പൂരുരുട്ടാതി എനിക്ക് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ പൂരുരുട്ടാതി ഉത്രട്ടാതി ആവണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ കുഞ്ഞിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ജാതകം നോക്കിയപ്പോഴേക്കും, പിന്നെ ഞങ്ങൾ അവളുടെ ഒരു ഇത് നോക്കിയപ്പോഴേക്കും, ബർത്ത് ടൈം വെച്ച് നോക്കിയപ്പോഴേക്കും അന്ന് ഉച്ചയ്ക്ക് നക്ഷത്രം മാറി, അവൾ ഉത്രട്ടാതിയായി. എൻ്റെ ഈശ്വര, ഞാൻ വിചാരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ 4 ജനറേഷൻ ഒരേ നക്ഷത്രത്തിൽ വന്നു. അയ്യോ വേണ്ടായിരുന്നൊക്കെ എനിക്ക് തോന്നി, പക്ഷെ കുഴപ്പമില്ല പോട്ടെ. അങ്ങനെ അത് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫീഡ് ചെയ്യാനൊക്കെ നോക്കണം എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു. പക്ഷേ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫീഡ് ചെയ്യാൻ ഡേറ്റൊക്കെ നേരത്തെ ആയതുകൊണ്ട് എനിക്ക് പാലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ആരും ആ റൂമിലേക്ക് കാണാനൊന്നും വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് അശ്വിനെ വിളിക്കുമെന്ന് ചോദിച്ചു, ഒന്ന് വന്നു കണ്ടു. അശ്വിൻ വന്ന് കാണുമ്പോഴും കുഞ്ഞിനെ തന്നെയാണ് നോക്കുന്നത്, എന്നെയൊന്നുമല്ല. എന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കി റെസ്റ്റ് എടുത്തോന്നേ പറഞ്ഞുള്ളൂ, കുഞ്ഞിനെ തന്നെയാണ് നോക്കിയത്. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ അവന് പെട്ടെന്ന് പോകാൻ പറഞ്ഞു അവർ. അവൻ പോയി. അമ്മ വന്നു, അമ്മയും കുഞ്ഞിനെ നോക്കുന്നു, എന്നെ ജസ്റ്റ് നോക്കി അമ്മയും പോയി. അന്ന് രാത്രി ഭയങ്കര മഴയായിരുന്നു. ഞാൻ പറയാറില്ലേ കൺമണിയുടെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞില്ലേ, കൺമണിയും മഴയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം അന്ന് രാത്രി ഭയങ്കര മഴയായിരുന്നു. എനിക്കൊരു വലിയൊരു ഗ്ലാസ് വിൻഡോയിലൂടെ കാണാൻ പറ്റും, ഭയങ്കര കാറ്റടിച്ച് മഴ പെയ്യുന്നത്. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല, അന്ന് ഭയങ്കര മഴയായിരുന്നു. 7-ാം തീയതി മെയ് 7-ന്. അങ്ങനെ എനിക്കന്ന് രാത്രി ഞാൻ കുറച്ച് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉറക്കം ഉണ്ടായിരുന്നില്ല രാത്രിയൊക്കെ. അപ്പം സിസ്റ്റേഴ്സൊക്കെ അവൾക്ക് മറ്റേ പൊടിയൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട്, അവൾ ഉറങ്ങുന്നുണ്ട്. അവളങ്ങനെ വലിയ കരച്ചിലൊന്നുമില്ല. അങ്ങനെ നമ്മൾ രാവിലെ 6 മണിയായപ്പോഴേക്കും ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു 6 മണിക്ക് നമ്മൾ റൂമിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ റൂമിൽ പോകാമല്ലോ എങ്ങനെയെങ്കിലും. എനിക്ക് ആരും ഇല്ലാത്ത അന്ന് ആ ഒരു ഹാളിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ലോൺലിനെസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയാൽ മതി. അങ്ങനെ നെക്സ്റ്റ് ഡേ
റൂമിലേക്ക് മാറി. അപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കുന്നതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കത്തീറ്റർ ഉണ്ട്, അപ്പം മൂത്രമൊഴിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 മണിക്ക് ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റായി. റൂമിലേക്ക് ഷിഫ്റ്റ് ആയപ്പോഴും അമ്മയും അച്ഛനും വെയിറ്റ് ചെയ്യാണ്. കുഞ്ഞവിടെ ഇങ്ങനെ വന്നു, കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്, അവളുടെ ഒരു ബാസ്ക്കറ്റിൽ അവൾ കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോഴും ഇവരെൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവരോടൊക്കെ സംസാരിക്കണം. ഇന്നലെ ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെന്നുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് പറയണം. പക്ഷേ ഇവരാരും എന്നെ കേൾക്കാനില്ല. അമ്മ പറയാം ഒരുപാട് സംസാരിക്കല്ലേ, കിടക്ക് സംസാരിച്ചോളൂ. അപ്പോൾ ഞാൻ സംസാരിച്ചാലെന്താ. പിന്നെ ഫോണൊക്കെ വിളിക്കുമ്പം പിന്നെ ഫ്രണ്ട്സൊക്കെ ഫോൺ വിളിക്കും. ഇവരാരെയും ഫോൺ വിളിക്കാൻ വിടുന്നില്ല, ഒന്നും വിടുന്നില്ല. ഇല്ല നീ റെസ്റ്റ് എടുക്കണം ഇങ്ങനെ. അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷമാണ് കേട്ടോ. ഇല്ല ഇത് എന്താ ഇത് പെട്ടുപോയോ ഞാൻ. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കുഞ്ഞിനെ എടുക്കുന്നൊന്നുമില്ല ഞാൻ, കാരണം അവൾ കിടക്കുന്ന തന്നെയാണ്. പിന്നെ എനിക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിന് ഒരു ഈ ലാക്ടേഷൻ്റെ ഒക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അവർ വന്നിട്ട് നമുക്ക് കുഞ്ഞിനെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു തരുന്നു. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഫീഡ് ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പീഡിയാട്രീഷ്യൻ വന്ന് നോക്കുന്നുണ്ട്. പീഡിയാട്രീഷ്യൻ വന്ന് നോക്കുമ്പോൾ ആദ്യമൊന്നും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഡോക്ടറും വന്നിട്ട് പോയി. ഡോക്ടർ പോയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കത്തീറ്റർ റിമൂവ് ചെയ്യാമോ. കത്തീറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി അതിങ്ങനെ പറിച്ചപ്പോഴേ എൻ്റെ ഈശ്വരം ഭയങ്കര വേദനയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ അടുത്ത് എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണം. വാ എഴുന്നേക്കാം. അശ്വൻ പറഞ്ഞു ഞാൻ പിടിക്കാൻ പറഞ്ഞു. അവൻ പിടിച്ചപ്പോഴേക്കും അവൻ എന്നെ പിടിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയും വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കാല് കുത്തുമ്പോഴേക്കും ശരീരം 2 ഭാഗമായി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എനിക്ക് വേറെ ഇല്ല എൻ്റെ ജീവിതത്തിൽ. നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും വല്ലാത്ത ചുമ വരുന്നു, തുമ്മൽ വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നടക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് കിടന്നാൽ മതി, എനിക്ക് എഴുന്നേക്കണ്ട. അങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ കാല് കുത്താതെ എങ്ങനെയൊക്കെയോ വാഷ്റൂമിൽ പോയി വന്നു. പിന്നെ എനിക്ക് അപ്പിയിടാൻ പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയും കാര്യങ്ങളായിരുന്നു, കാരണം ഈ വേദന പേടിച്ചിട്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് കിടക്കുകയാണെങ്കിൽ ഈ വേദന ഒരുപാട് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ ബെഡിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ വെച്ച് ഫുഡ് കഴിക്കും. കുഞ്ഞിനെ അപ്പം തന്നെ ഫീഡ് ചെയ്യാൻ അവർ നേഴ്സൊക്കെ വന്ന് ഇങ്ങനെ പിടിച്ചു തരും. അപ്പോൾ നമ്മളത്ര വേദന അറിയുന്നില്ല. നടക്കുന്ന സമയമാകുമ്പോഴാണ് നമുക്ക് എല്ലാ വേദനകളും ഒരുമിച്ച് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി രണ്ട് പാർട്ടായി പോകുന്ന പോലെയായിരുന്നു എനിക്ക്. ഇത് മുറിഞ്ഞങ്ങ് വീണ് പോകാമെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴേക്കും ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങി വന്ന് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അയ്യോ പറ്റില്ല, 1 മാസത്തിൽ നീ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനതിനെ ചെയ്യേണ്ട തമാശ പറയുകയാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ അടുത്ത് കാണുന്നു, അവളിങ്ങനെ ആ ഒരു ഇത് കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാറില്ല ആ പെയിനൊക്കെ നമ്മൾ മറക്കുന്നു. ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും. മോളെടുത്ത് ഇങ്ങനെ അവളെ കാണാൻ അവളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ എടുത്തിങ്ങനെ മുഖമൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വേദനയായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആയിന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിരിക്കും ശരി. അങ്ങനെ അവളെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവളുടെ ഐലാഷസ് ഭയങ്കര നല്ലതാണ്, അശ്വിനെ പോലെ ഇങ്ങനെ നല്ല കട്ടിയുള്ള ഐലാഷസാണ്. അങ്ങനെയാണ് അവൾക്ക് ഞാൻ കൺമണി എന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ കൺമണിയായി നമുക്ക് എല്ലാവർക്കും. പിന്നെ അവർ ഫസ്റ്റ് ഡേ, അതായത് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അവൾ വെള്ളിയാഴ്ചയാണ് ജനിക്കുന്നത്, നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി എനിക്ക് പാലില്ലാത്തതുകൊണ്ട് നമുക്ക് വിശപ്പോവാം എന്തോ കാരണം രാത്രി ഭയങ്കര ബഹളം, കരച്ചിലും ബഹളവും. അന്ന് രാത്രി അശ്വിൻ പറയുന്നു ഇവളുടെ വോയിസ് ഞാൻ അന്നാ കേട്ടെ, ഭയങ്കര വോയിസ്, ഭയങ്കര കരച്ചിൽ. പക്ഷെ അപ്പോഴൊക്കെ അവിടുത്തെ നേഴ്സ് അവരൊക്കെ വന്നിട്ടാണ് അവളൊന്ന് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. എനിക്ക് ആ സിസ്റ്ററിൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷേ കോട്ടയത്ത് എങ്ങാനുള്ളൊരു സിസ്റ്റർ, നല്ല ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള സിസ്റ്റർ, കുറച്ച് പ്രായമുണ്ട്. പക്ഷെ ആ സിസ്റ്ററാണ് മോളെ രാത്രിയൊക്കെ ഉറക്കിയതൊക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പീഡിയാട്രീഷ്യൻ പറഞ്ഞു നമുക്ക് കുറച്ച് മഞ്ഞയുണ്ട്, നമുക്ക് NICയിലേക്ക് മാറ്റണം. അങ്ങനെ അവൾ NICയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും എനിക്ക് ആ ഒരു അമ്മയുടെ അവളെനിക്ക് മിസ് ചെയ്യുന്നു, അവളെ കണ്ടുകൊണ്ടിരിക്കണം, കൊണ്ടുപോകണ്ട എന്നുള്ളൊരു ഫീൽ എനിക്ക് വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെൻറ്റിലാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് മൊമെൻറ്റ് എനിക്ക് തോന്നിയത് ഞാനൊരു അമ്മ, എൻ്റെ മോൾ, എൻ്റെ കുഞ്ഞ്, അവൾ പോകുമ്പോഴേക്കും ഒരു സങ്കടം, കരച്ചിലൊക്കെ ഫീൽ ചെയ്ത അന്നത്തെ ദിവസമാണ്. പിന്നെ അവളെ ഞാൻ പോയി കാണും, ഇടയ്ക്കിടയ്ക്ക് ഫീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിക്കും, അപ്പോഴും പോയി കാണും. ഞാൻ നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ പോകുമ്പോഴേക്കും വേറെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, 7 മാസത്തിലും 8 മാസത്തിലൊക്കെ ജനിച്ച് 1 മാസത്തിന് മുകളിൽ NICയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും അവരുടെ അമ്മമാരൊക്കെ, എൻ്റെ കുഞ്ഞ് ജസ്റ്റ് ഒരു രാത്രിയല്ലേ, ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര മാസങ്ങളായിട്ട് അവിടെ കിടക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ നോക്കുമ്പം കൺമണി ഞാൻ എന്ത് ലക്കിയാന്ന് എനിക്ക് തോന്നിട്ടോ.
അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങളെല്ലാവരും സമാധാനത്തിൽ ഉറങ്ങി. കാരണം അതിൻ്റെ പ്രീവിയസ് നൈറ്റ് നമ്മൾ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ NICU റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ്. ഡിസ്ചാർജ് ആകുമ്പോഴും എനിക്ക് വണ്ടിയിലിരിക്കാൻ, എനിക്ക് അന്ന് നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയം ആകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഒരു പെയിൻ ഉണ്ട്. പക്ഷെ എന്നാലും അതുമായിട്ട് ഞാൻ അങ്ങ് അഡാപ്റ്റായി. ചിലപ്പോൾ അതായിരിക്കും. അമ്മ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ബാക്കിലിരുന്നു, ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ പോയതിൻ്റെ പാർട്ട് 2ലാണ് കേട്ടോ ബാക്കി സ്റ്റോറി ഉള്ളത്. അതൊരു പോസ്റ്റ്മോർട്ടം ജേർണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വലിയ വീഡിയോ ആയി പോയത്. അങ്ങനെ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തത്. നമ്മളിങ്ങനെ ഞാൻ കൂടുതലും താമസിച്ചതൊക്കെ അവിടെ ദാവൺഗിരിയിൽ. അപ്പോൾ ഈ കർണാടകയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൺമക്കളോട് ഭയങ്കര പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരെ കണ്ട ഉടനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആൺകുട്ടി ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്യും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഫ്രം ഡേ 1. അപ്പം ഞാനിങ്ങനെ പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞ ഉടനെ എന്നോട് ആൾക്കാരൊക്കെ പറയാം, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ആ നാട്ടിൽ എൻ്റെ അടുത്ത് പറയുന്നത് നല്ലൊരു ആൺകുട്ടി ജനിക്കട്ടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര, അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് തറുതല പറയുന്ന സ്വഭാവം. നമ്മൾ അതെന്താ പെൺകുട്ടി ആയിക്കൂടെ അങ്ങനെ ഞാൻ ചോദിക്കും. അപ്പം ഞാനത് ചോദിക്കുമ്പോൾ അവർ പറയും എന്നാൽ നിനക്ക് പെൺകുട്ടി ആവട്ടെ. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവരത് പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഹേർട്ട് ചെയ്ത സംഭവം അതാണ്. ഈ ആൺകുട്ടി സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അശ്വിനും ഒഴികെ ബാക്കി എല്ലാവരും എൻ്റെ ബേബിയുടെ ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ആൺകുട്ടിയാണ്. പക്ഷേ ഇവർ 3 പേരും മാത്രമേ എൻ്റെ അടുത്ത് ഒന്നും പറയാതെ, അവർ 3 പേരും പറഞ്ഞത്, അവർ അച്ഛനും ഒന്നും പറഞ്ഞിട്ടില്ല. അശ്വിനോട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ എന്ന് അവൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അതിങ്ങനെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡേ 1 മുതൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു പെൺകുട്ടിയെ തരണേ, എനിക്കൊരു പെൺകുട്ടിയെ തന്നെ. ഇത് ഞാൻ ഞാനൊരു കൺഫ്യൂഷനായിട്ട് പറയുന്നത്. കാരണം ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കൊരു പെൺകുട്ടി തന്നെ ആവണേ, ഇവർക്ക് എല്ലാവർക്കും ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഒരു തമാശ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ, ഞാൻ വല്ലാണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യും പെൺകുട്ടി ആൺകുട്ടി എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ അതിലാരോ പറഞ്ഞിട്ടുണ്ട് 140 എബോവ് ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ പെൺകുട്ടി ആയിരിക്കും, ബിലോ ആണെങ്കിൽ ആൺകുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവളുടെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് 162 ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെൺകുട്ടിയാണ്, ദൈവമേ പെൺകുട്ടി തന്നെ ആവണേ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു സ്കാനിങ് ഒക്കെ ആകുമ്പോഴേക്കും 145 വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറയുന്നുണ്ടല്ലോ, ദൈവമേ ഇത് ആൺകുട്ടി ആയിരിക്കുമോ. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് പെൺകുട്ടി ആയിരിക്കണേ, ആൺകുട്ടി തരല്ലേ ഞാൻ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഞാൻ ഫ്ലൂയിഡ് ബ്രേക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സിൽ എന്തൊക്കെ എമർജൻസി ഒക്കെ സംഭവിക്കുകയാണെൻ്റെ ലൈഫിൽ, പക്ഷേ ഒരു പെൺകുട്ടിയെ തരണേ. അവിടെ പോയിട്ട് വേദന, പെയിൻ ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം ഭയങ്കര വേദനയില്ല. ആ വേദനയിൽ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ ഒരു പെൺകുട്ടീനെ തന്നെ, ഇത്രയും വേദന സഹിക്കുന്നത് ഒരു പെൺകുട്ടീനെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഓപ്പറേഷനാന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം ഇനി ഓപ്പറേഷൻ്റെ വേദനയിൽ കൂടെ സെക്കൻഡ് ഒരു പെൺകുട്ടികളെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എനിക്ക് അവിടെ ഇങ്ങനെ വയറിനൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ ഇവളുടെ ഹാർട്ട് ബീറ്റ് കാണിക്കുമ്പോൾ 170 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പോസിറ്റീവ്, അത്രയും പെയിനിൽ ഞാൻ ആകപ്പാടെ ഒരു സന്തോഷിച്ചൊരു സംഭവം അതാണ്. 170 ഒക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു ഗേൾ ആയിരിക്കും, അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. അതെൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ മെൻ്റലി എൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബേബി ഗേളാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പേരും കൂടെ കൺമണി കിട്ടി. അപ്പോൾ ആദ്യത്തെ കൺമണി എൻ്റെ പെൺകുട്ടി. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കിട്ടിയൊരു മുത്താണ് എൻ്റെ മോള്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് പേര് ആൺകുട്ടി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടമില്ല. ആൺകുട്ടിയാണ് എല്ലാം, ആൺകുട്ടിക്കാണ് മെയിൻ, അതവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഞാനത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലത് കണ്ടിട്ടില്ല. പക്ഷെ ദാവൺഗിരിയിൽ അത് വല്ലാണ്ടുണ്ട്. അതെനിക്ക് ഞാൻ വളരെ ഹെയ്റ്റ് ചെയ്യുന്നൊരു സംഭവം, എനിക്ക് ഇഷ്ടമുള്ളത്. അവർക്ക് എപ്പോഴും ആൺകുട്ടി, എല്ലാത്തിനും ആൺകുട്ടി വേണം. ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ആൺകുട്ടി ജനിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം. അവരിപ്പോഴും ഏതോ നൂറ്റാണ്ടിൽ അവർ ജീവിക്കുന്നത്. പക്ഷേ എനിക്കത് അവരങ്ങനെയൊക്കെ എന്നെ പറഞ്ഞതുകൊണ്ട് എനിക്കത് ഒരു പെൺകുട്ടി തന്നെ ആവണം നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എപ്പോഴും എന്നെക്കൂടെ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ദി ബെസ്റ്റ് ഞാൻ ഇനി കൊടുക്കും. ഞാൻ പറയും ബാക്കി അവൾ ദാവൺഗിരിയിൽ വളരുമ്പോൾ ബാക്കി പെൺകുട്ടിയൊക്കെ ചിലപ്പം അതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് കിട്ടേണ്ടത് കൂടെ അവരുടെ ആൺ സിബ്ലിങ് അത് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അവർക്ക് എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ. ഞാൻ അശ്വിൻ്റെ അടുത്ത് പറയും, ഇനി ഏതെങ്കിലും ഒരു ആൺകുട്ടി ആയി കഴിഞ്ഞ് ഇവളുടെ പഴയതൊക്കെ കൊടുക്കാം. പക്ഷെ പെൺകുട്ടിക്ക് നമ്മൾ ഒരു രീതിയിലും അവൾ നമ്മുടെ വീട്ടിലേക്കുള്ള ലക്ഷ്മിയാണെന്നാണ് ഞാൻ പറയാം.
കേട്ടോ. പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് പല വിഷമങ്ങളും കാണും, പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് പറ്റുന്ന യോഗ അതൊക്കെ ചെയ്യുക, നമ്മളൊരു ഈവനിങ് വാക്കിനൊക്കെ പോവുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര, ഞാൻ ഈവനിങ് വാക്ക് പോകുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം നമ്മൾ ഫുൾ ഡേ വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പം വീട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അത് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടായത് എൻ്റെ അശ്വിൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കണമെന്നില്ല നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത്. പക്ഷെ നമ്മളും ബേബിയും മാത്രമായിട്ടുള്ളൊരു ടൈം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അത് നമ്മുടെ വയറ്റിനുള്ളിലെ കുഞ്ഞാണെങ്കിൽ പോലും നമ്മളും ആ ബേബിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നും ഒരു ഇളനീരിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പം അത് വിൽക്കുന്ന ഒരു ചേട്ടൻ, അതൊരു കുറച്ച് പ്രായമുള്ള ചേട്ടൻ. അപ്പം ഞാൻ ഒരു ദിവസം ഞാനൊരു ടാർഗറ്റ് വെക്കും. ഞാൻ ആ ചേട്ടൻ അവിടെ വരെ എത്തും, അവിടെ വരെ നടന്നിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ദിവസവും ഞാനൊരു ഇളനീര് കുടിക്കുമായിരിക്കും. പക്ഷെ ചിലവർ കുറേ പേര് പറഞ്ഞു പ്രഗ്നൻസിയിൽ ഇളനീര് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെയാണ് കേട്ടോ ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ ഒരു 7 മാസം വരെയൊക്കെ ഞാൻ ദിവസവും കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഞാൻ കുടിച്ചിട്ടുണ്ട് പറ്റുമ്പോഴൊക്കെ. പക്ഷെ ഞാൻ 7 മാസം വരെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ദിവസവും ഈ ഇളനീര് കുടിക്കും. അപ്പോൾ ആ ഒരു നടത്തത്തിൻ്റെ സമയത്ത് ഞാനും മോളും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിനുശേഷം അവൾക്കൊരു 6 months ഒക്കെ ആയപ്പോഴേക്കും ഇപ്പോഴും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളനീരാണ്. കാരണം ഇളനീര് ഇഷ്ടമാണോ? കണ്ണിന് എഴുതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു കണക്ഷൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ബേബിയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബേബി മാത്രമുള്ളൊരു ടൈം, നമുക്ക് ബൈക്കിൽ പോയിട്ട് ഇളനീര് കുടിക്കാം. ഓക്കെ കണ്ണിന് ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ പ്രഗ്നൻസി നമ്മൾ ആ ഒരു രീതിയിൽ, നമുക്ക് എല്ലാവർക്കും എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന് നമ്മൾ ഒരു മിനിറ്റ് മതി ബൈക്കിൽ പോയിട്ട് എഴുന്നേറ്റ് കുടിക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അതിനൊന്ന് ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സമയത്ത് നല്ലൊരു ഹോട്ടലില്ല, പല കാര്യങ്ങളും എനിക്ക് മിസ്സായി. നല്ലൊരു ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് ആ സമയത്ത് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇവൻ എൻ്റെ അമ്മയുടെ ഫുഡ് തന്നെ ഞാനിങ്ങനെ കാത്തിരുന്ന് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഷുഗർ കാരണം അതും നടന്നില്ല. പിന്നെ നമ്മുടെ ഈ ഷുഗറൊക്കെ എനിക്ക് നാട്ടിലൊക്കെ എല്ലാ ഹോസ്പിറ്റലും അതൊക്കെ എല്ലാ മാസം നമ്മുടെ ചെക്കപ്പിൻ്റെ സമയത്ത് അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതും എനിക്ക് എൻ്റെ ഡോക്ടർ എനിക്ക് പറ്റിയൊരു തെറ്റാണ്. കാരണം ഞാൻ പിന്നെ ഈ ഡോക്ടർ ദീപക് സർ എൻ്റെ അടുത്ത് പറഞ്ഞു ഷുഗർ കൂടുതലുള്ളത് കാരണമാണ് വാട്ടർ ബ്രേക്ക് ആവുന്നത്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഷുഗറൊക്കെ നീ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. എസ്പെഷ്യലി ആ ഒരു സമയത്ത് ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ വെച്ചിട്ട് കഴിക്കുക. ഇതൊക്കെ പക്ഷേ ഷുഗറൊക്കെ മോണിറ്റർ ചെയ്തിട്ടുള്ള ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ പോകുന്നവരോ അതോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അവരോടാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്നെ പോലെ കുഞ്ഞുള്ളവരും ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഒത്തിരി വിഷമിച്ചവരുണ്ടാവും. അപ്പം അവരോടും പറയണേ, എല്ലാവർക്കും ഓരോ രീതിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിയിലും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടമിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ കോമൺ ആണ്. അതൊന്നും ആലോചിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ കുഞ്ഞുണ്ടായ അമ്മമാരും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോസ്റ്റ് പാർട്ടമിനെ കുറിച്ച് പറയാം. പോസ്റ്റ് പാർട്ടമിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എന്ത് പറയാം കൺമണി? അപ്പോൾ പക്ഷെ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പറയും. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.